ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടി കുറച്ച് ലെവൽസ് പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, ആ ലെവൽസിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും ലെവൽസ് ആയിരുന്നു ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ നോക്കുന്ന ലെവലാണ് 22,633 എന്ന് പറഞ്ഞ ലെവല്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ്ലി വീഡിയോ എടുത്ത് നോക്കുക. എക്സാക്ട് ഈ ലെവൽസും കാര്യങ്ങളും, ആ ലെവൽസിൽ എങ്ങനെ ആയിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ രീതിയിലായിരിക്കാം മാർക്കറ്റ് അവിടെ മൂവ്മെൻറ്റ് നമുക്ക് കാണിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടായിരുന്നു. ജസ്റ്റ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വീഡിയോയും ഇന്നത്തെ മാർക്കറ്റിൻ്റെ ചാർട്ടും കൂടി കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇന്ന് മാർക്കറ്റിൽ നടന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എൻട്രി ഈ ഒരു പോയിന്റിൽ നമ്മൾ പഞ്ച് ചെയ്തത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ലെവലായിരുന്നു 22,632 എന്ന് പറഞ്ഞ ലെവല്. അപ്പോൾ ആ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ ആയിട്ട് ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ലെവലായിരുന്നു 22,666 എന്ന് പറഞ്ഞ ലെവല്. അപ്പോൾ ഞാൻ പിന്നെ നിങ്ങളോട് പറഞ്ഞ രണ്ട് ലെവൽസ് ആയിരുന്നു. ഈ രണ്ട് ലെവൽ തന്നെ ഫസ്റ്റ് ലെവലായിട്ട് 22,666 എന്ന് പറഞ്ഞ ലെവലും, അതേപോലെ തന്നെ 22,720 എന്ന് പറഞ്ഞ ലെവലും. അപ്പോൾ ഈ രണ്ട് ലെവലിനെ നിങ്ങൾ ഒരുമിച്ച് വായിക്കണമെന്നായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിന് ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഈ ഒരു ലെവലിലോട്ടും, ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തന്നെ ലെവലായിട്ടുള്ള 22,633 എന്ന് പറഞ്ഞ ലെവലും, ആ ഒരു ലെവലിൽ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ ആയിട്ട് ഈ ഒരു ലെവലിലോട്ട് എത്തുമെന്നും ഞാൻ ക്ലിയർ കട്ടായിട്ട് നിങ്ങളോട് പറഞ്ഞായിരുന്നു. ആ ലെവലായിരുന്നു 22,466 എന്ന് പറഞ്ഞ ലെവൽ. ആ ഒരു ലോജിക്കിലാണ് ഞാൻ ഡൗൺ സൈഡിലോട്ടൊരു എൻട്രി എടുത്തത്. അതിന് കൂടെ തന്നെ നമുക്കൊരു എൻട്രി കൺഫർമേഷൻ കൂടി ഇവിടെ കിട്ടിയായിരുന്നു. അപ്പോൾ അത്രയും വളരെ സിമ്പിളായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ എക്സാക്റ്റ് രീതിയിലാണ് മാർക്കറ്റ് ഇന്ന് ആക്ട് ചെയ്തത്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കൂടി ശ്രമിക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ജസ്റ്റ് ജോയിൻ ചെയ്യുക. ട്രേഡ് എടുക്കുന്ന ടൈമിലും ഞാൻ ട്രേഡ് എടുത്തു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൻ്റെ വ്യൂസും കാര്യങ്ങളും എല്ലാം ഞാൻ ടെലിഗ്രാമിലായിരിക്കും ഷെയർ ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഡിക്കേറ്റർ സെല് ചെയ്യുന്നൊരു പേജുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ചാനലിലൊന്ന് ജോയിൻ ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളിലോട്ടും പോകാം. വളരെ നല്ലൊരു ഡേ ആയിരുന്നു. ഞാൻ എൻ്റെ അനാലിസിസ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്തൊരു ഡേയും കൂടിയായിരുന്നു ഇന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസിലും കാര്യങ്ങളിലോട്ടും നമുക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ നാളത്തേക്ക് നോക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് വളരെ കുറച്ച് ലെവൽസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ആ ലെവൽസ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ നോക്കുന്ന ലെവലാണ് ഈ ഒരു ലെവല്. ആ ഒരു ലെവലാണ് 22,560 എന്ന് പറഞ്ഞ ലെവല്. അതിന് താഴെ നമ്മൾ നോക്കുന്ന ലെവലാണ് 22,451 എന്ന് പറഞ്ഞ ലെവല്. അതിന് താഴെ 22,363 എന്ന് പറഞ്ഞ ലെവല്. അതിന് താഴെ 22,249 എന്ന് പറഞ്ഞ ലെവല്. അതിന് മുകളിൽ രണ്ട് ലെവൽസ് ആയിട്ടുള്ള 22,675ഉം അതിന് മുകളിൽ 22,721 എന്ന് പറഞ്ഞ ലെവലും. അപ്പോൾ ഇനി ഈ ലെവൽസിൽ എങ്ങനെ ആയിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രണ്ട് ലെവൽസിന് ഞാൻ ഇന്നലെ പറഞ്ഞ രണ്ട് ലെവൽസിന് കണക്ക് കൂട്ടി വായിക്കേണ്ട ലെവൽസാണ് 22,452 എന്ന് പറഞ്ഞ ലെവലും, അതേപോലെ തന്നെ 22,363 എന്ന് പറഞ്ഞ ലെവലും. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിന് ഒരു ബുള്ളിഷ് സ്ട്രക്ചർ കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റിന് ബുള്ളിഷ് സ്ട്രക്ചർ കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ ആയിട്ട് ഈ ഒരു ലെവലും ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ടേക്ക് ചെയ്താൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലും ഈ ഒരു രണ്ട് ലെവലിൻ്റെ ഏരിയയിൽ പിന്നെയും മാർക്കറ്റ് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നു, അഥവാ ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ അപ്സൈഡിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അല്ല, മാർക്കറ്റ് ഈ ഒരു ലെവലിൽ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി 22,363യുടെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫർദർ മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ടും അതിന് താഴോട്ടും വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസും കാര്യങ്ങളും. വളരെ സിമ്പിൾ ലെവൽസാണ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ലോജിക്കും കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ.